നമസ്കാരം. 2005 ഇന്ത്യയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിനെതിരെയാണ്. 3 മത്സരങ്ങൾ അടങ്ങിയ T20 ഏകദിന പരമ്പരകളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കുന്നത്. T20 പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 2024 3 സെഞ്ചുറികളോടെ ലോക റെക്കോർഡ് പ്രകടനമാണ് സഞ്ജു T20യിൽ കാഴ്ചവെച്ചത്. ഓപ്പണർ റോളിലേക്ക് എത്തിയതോടെ സഞ്ജു തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിനെ ടീം ഇന്ത്യ T20 ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഏകദിനത്തിലേക്ക് സഞ്ജുവിന് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 56 മുകളിൽ ശരാശരി ഉണ്ടായിട്ടും ഏകദിനത്തിൽ സഞ്ജുവിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി അടക്കം വരാനിരിക്കെ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ സഞ്ജുവിനെ പരിഗണിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സഞ്ജു സാംസണെ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിനത്തിലേക്ക് പരിഗണിക്കാൻ രോഹിത് ശർമ്മ കനിയണം എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. രോഹിത് ശർമ്മ വിശ്രമം എടുത്താൽ സഞ്ജുവിന് ഏകദിന ടീമിലേക്ക് വിളിയെത്തും. എന്നാൽ രോഹിത് ശർമ്മ കളിച്ചാൽ സഞ്ജുവിന് ഏകദിന ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ല. ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ റോളിലേക്ക് യശസ്വി ജയ്സ്വാൾ എത്താനാണ് സാധ്യതകൾ കൂടുതൽ. ഇന്ത്യക്കായി ടെസ്റ്റിലും T20യിലും മിന്നിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ. എന്നാൽ ഏകദിനത്തിൽ ഇതുവരെ അരങ്ങേറാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലൂടെ ഇതുണ്ടാകും. ശുഭ്മാൻ ഗില്ലും ഓപ്പണർ റോളിൽ ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ രോഹിത് ശർമ്മ കളിക്കാതിരുന്നാൽ സഞ്ജുവിന് ടീമിൽ സീറ്റ് ലഭിച്ചേക്കും. എന്നാൽ രോഹിത് കളിച്ചാൽ ജയ്സ്വാളും ഗില്ലുമുള്ള സാഹചര്യത്തിൽ സഞ്ജുവിന് വിളി ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. സഞ്ജുവിന്റെ കണക്കുകൾ ഗംഭീരമാണെങ്കിലും നിലവിൽ ഏകദിനത്തിൽ മികച്ച ഓപ്പണർമാർ ഇന്ത്യക്കുള്ളതിനാൽ തന്നെ സഞ്ജുവിന് പരിഗണന ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി കളിക്കാതിരുന്നത് വലിയ മണ്ടത്തരമായി പോയി എന്ന് തന്നെ പറയാം. ചാമ്പ്യൻസ് ട്രോഫിയും ഇംഗ്ലണ്ട് പരമ്പരയുമെല്ലാം വരാനിരിക്കെ സഞ്ജു സാംസണ് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്താനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിനൊപ്പം വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ സഞ്ജു തയ്യാറാകണമായിരുന്നു. എന്നാൽ സഞ്ജു ഇടവേള എടുക്കുകയാണ് ചെയ്തത്. ഇനി സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിക്കാനും സാധ്യതയില്ല. പല താരങ്ങളും വിജയ് ഹസാരെ ട്രോഫിയിൽ മികവ് കാട്ടി തിരിച്ചുവരവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കെ സഞ്ജുവിനെ സംബന്ധിച്ച് ഇത് ഇനിയുള്ള കാര്യങ്ങൾ നിർണായകമാവുകയാണ്. ഈ സമയത്താണ് സഞ്ജു ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്തായാലും വിട്ടുപോയ ആ ഒരു അവസരത്തെ കുറിച്ച് ഓർത്ത് സഞ്ജു ഇപ്പോൾ വിഷമിക്കുന്നുണ്ടായിരിക്കും. ഏകദിന ടീമിലേക്കുള്ള തിരിച്ചുവരവിനെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് സഞ്ജു വിട്ടുനിന്നത് വലിയ മണ്ടത്തരമായെന്നാണ് ആകാശ് ചോപ്ര പോലുള്ള ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന് ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തുക അത്ര എളുപ്പമുള്ള കാര്യമാകില്ല. ഇടവേളയ്ക്ക് ശേഷം ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലൂടെ ശ്രേയസ് തിരിച്ചെത്തും എന്നാണ് വിവരം. സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ ബാറ്റ് കൊണ്ട് തിളങ്ങുന്ന ശ്രേയസ് നായകനെന്ന നിലയിലും മികവ് കാട്ടുകയാണ്. മുംബൈയെ സായിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കിരീടത്തിലേക്ക് എത്തിക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചിരുന്നു. എന്തായാലും ശ്രേയസ് കൂടി തിരിച്ചു വരുമ്പോൾ സഞ്ജുവിന് ഏകദിന ടീമിൽ ഇടം എന്നത് പ്രയാസകരമായി മാറുമെന്ന് ഉറപ്പാണ്.